അപ്പോൾ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി നോക്കാം. ഫസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പറയുന്ന സമയത്ത് ഒരു ഇ എം വേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, അഥവാ നമ്മൾ ഇ ക്യാപ്പ് എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ വെക്ടർ ഇ എന്ന് എഴുതുകയാണ്. ഓക്കെ, അതാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്. അതേപോലെ ബി ക്യാപ്പ് ആണ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇ എം വേവ് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നറിയുക. അതായത് 90 ഡിഗ്രിയിലായിരിക്കും രണ്ടും തമ്മിലുള്ളത്. ഓൾസോ ഇവർ തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ക്രോസ് പ്രൊഡക്റ്റ് എന്തെന്ന് പറഞ്ഞുതരാം. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വേവിൻ്റെ ഡയറക്ഷൻ, അതായത് സി എന്ന് കാണിക്കാം. സി അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. വെലോസിറ്റി ഓഫ് ഇ എം വേവ്. ഇപ്പോൾ ഇ എം വേവിൻ്റെ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്നത് ലൈറ്റിൻ്റെ സ്പീഡിനനുസരിച്ചാണ്. അതായത് സെയിം, അതായത് സി എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണല്ലോ. ആ ലൈറ്റിൻ്റെ അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കുക. ഇ ക്രോസ് ബി എന്ന് പറയുന്നത് സി ആണെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദിസ് വെക്ടേഴ്സ്. അതായത് ഇയും ബിയും തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇ എന്ന വെക്ടറിനും ബി എന്ന വെക്ടറിനും ഒരേപോലെ പെർപെൻഡിക്കുലർ ഇരിക്കുന്ന വെക്ടറാണ് കിട്ടുന്നതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് റിസൾട്ട്, അതായത് സി എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇ എന്ന് പറയുന്ന വെക്ടർ ഇതാണ്, ബി എന്ന് പറയുന്ന വെക്ടറാണ്. ഇത് രണ്ടിനും ഒരേപോലെ പെർപെൻഡിക്കുലർ ഇരിക്കുന്ന വെക്ടറാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇ എം വേവ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഡയറക്ഷൻ രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞു. വെലോസിറ്റി ഓഫ് ഇ എം വേവ് എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു വേവ് ഇക്വേഷൻ, നമ്മൾ ജനറലി ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെയൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്, ക്രസ്റ്റും ട്രഫും വെച്ച് ഫോം ചെയ്യുന്ന, അതായത് ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന്. അതായത് വേവ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, ഈ ഡയറക്ഷനോട്ടാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വൈബ്രേറ്റ് അല്ല, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലോട്ടാണ്. പക്ഷേ അതിൻ്റെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിൽ വന്ന് തിരിച്ചാണ്, നമ്മളതിനെ പാരലൽ എന്ന് വിളിക്കും. അതായത് വേറെ കേസിൽ നമ്മൾ റെയർ ഫ്രാക്ഷൻസ്, നമ്മുടെ സൗണ്ട് വേവ് ഒക്കെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിൽ വേവ്സാണ്, ഇങ്ങനെ റെയർ ഫ്രാക്ഷൻസ് ആയിട്ട് പോകും, വേവ് ഫ്രണ്ട് ഒക്കെ കണക്കെ. അപ്പോൾ അതെന്ന് പറയുന്നത് വേറെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് നേച്ചർ ആയിരിക്കും കാണിക്കുന്നതെന്ന് ഓർക്കോ. അപ്പോൾ ട്രാൻസ്വേഴ്സ് നേച്ചർ ആകുമ്പോൾ അവിടെ എന്താ, ക്രസ്റ്റ് ഉണ്ടാവും, ട്രഫ് ഉണ്ടാവും, ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, പിന്നെ അതേപോലെ അങ്ങനെ പല കാര്യങ്ങളും ട്രാൻസ്വേഴ്സ് വേവിൻ്റെ എല്ലാ നേച്ചറുകളും കാണിക്കും. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ y = a sin kx - ωt എന്നൊരു ഇക്വേഷൻ വരും. അതായത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് y എന്ന് പറയുന്നത്, അതിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ a sin kx - ωt ഇല്ലേ, ഇപ്പോൾ k എന്ന് പറഞ്ഞതാണ്, k എന്ന് പറയുന്നത് 2π/λ ആണ്. ഈ k വിളിക്കുന്ന പേരെന്ന് പറയുന്നത് നമ്മൾ വേവ് വെക്ടർ എന്നാണ് വിളിക്കുന്നത്. വേവ് വെക്ടർ അഥവാ നമ്മൾ പ്രൊപ്പഗേഷൻ കാണാൻ പറ്റുന്നു, വേവ് വെക്ടർ അഥവാ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, വേവ് വെക്ടർ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ആയിക്കോട്ടെ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വേവ് ലെന്താണ്, ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ വേവിൻ്റെ വേവ് ലെന്താണ് ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒമേഗ നമുക്കറിയാം, ആംഗുലർ വെലോസിറ്റി, അങ്ങനത്തെ ടേംസ് ഒക്കെ എല്ലാം അറിയാവുന്നതാണ്. ഇനി ഇവിടെ kx - ωt ആണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ വേവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ kx - ωt ഇല്ലേ, ഇടയ്ക്കുള്ള സൈൻ നെഗറ്റീവ് ആണെങ്കിൽ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും. kx എന്നായതുകൊണ്ട് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, അതേസമയം നമ്മൾ y = a sin kx + ωt എന്നായിരുന്നെങ്കിൽ വേവിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് എക്സ് ആക്സ് ആയിരിക്കും. കാര്യം ഇവിടെ ഒന്നാമത്തെ കാര്യം kx ആണ്, അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സ് ആണെന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഡയറക്ഷൻ എങ്ങോട്ടാണ് അറിയണമെങ്കിൽ ഇവിടുത്തെ സൈൻ നോക്കുമോ, സൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് ആയിരിക്കുമ്പം എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. ഏത് ആക്സ് ആണ്, എന്തായാലും കെയുടെ കൂടെ കിടക്കുന്ന എക്സ് ആണല്ലോ, അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സ് ആയിരിക്കും. അതേപോലെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു സൈൻ അപ്ലൈ ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. അപ്പോൾ ഏത് പ്രൊപ്പഗേഷൻ അറിയാൻ നമുക്ക് ചിലപ്പം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതെന്തായാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്.
ഒന്നാമത്തെ കാര്യം ഡ്യൂ ടു ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ്. അപ്പോൾ ഇ എം വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സോഴ്സ് എങ്ങനെയാണ് ഇ എം വേവ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ ബേസിലാണ്? ഡ്യൂ ടു ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ്. ചാർജ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആക്സലറേഷൻ കാരണമാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലരെങ്കിലും ചിന്തിച്ച് കാണും, ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും, നമുക്കറിയാം അല്ലേ? അതല്ലേ ഐ എന്ന് പറയുമ്പോൾ ഡി ക്യൂ ബൈ ഡി ടി ആണ്, ചേഞ്ച് ഇൻ കറണ്ട് ആണ്, വിത്ത് റെസ്പെക്ട് ടൈം ആണ്. അപ്പോൾ ആ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ടോപ്പിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ് ആക്ച്വലി. അത് വേറൊരു വീഡിയോയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി നോ മീഡിയം ഈസ് റിക്വയർഡ്. അതായത് ഇ എം വേവ് ട്രാവൽ ചെയ്യാൻ പ്രത്യേകിച്ച് മീഡിയത്തിൻ്റെ അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഒന്നുമില്ല. ഏത് മീഡിയത്തിലും അത് ട്രാവൽ ചെയ്യും. അതിനങ്ങനെ ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ മാത്രമേ ട്രാവൽ ചെയ്യൂ, അങ്ങനൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബൈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അറിയാവുന്നൊരു 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു 2 വേവുകൾ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു വേവ് ഞാൻ എടുത്തു. ഓക്കെ, ഒരു വേവ് എടുത്തു, രണ്ടാമത്തെ ഒരു വേവ് എടുത്തു, അതും ഇതേപോലെ എടുത്തു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ വേവ് 1 എന്ന് വിളിക്കുക, ഇത് 2 എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റഫായിട്ട് മറയ്ക്കുകയാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, ഇതിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് എ ആണ്, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1 എന്ന് വിളിച്ചോ, A2 എന്ന് വിളിച്ചോ. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -A1 ആണ്, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -A2 ആണ്. ഇപ്പോൾ 2 വേവുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുക മീൻസ് രണ്ടും കൂടെ കൂടി ചേരുകയാണ്. ഓക്കെ, സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ വേവൊക്കെ നമ്മുടെ വെക്ടേഴ്സൊക്കെ റിസൾട്ടൻ്റ് എടുക്കുമല്ലോ, അതേപോലെ തന്നെ ഇവിടെ റിസൾട്ടൻ്റ് പറയുന്നത് വെക്ടർ സം ഓഫ് എന്താണ്? 2 വേവിൻ്റെയും വെക്ടർ സം ആയിരിക്കും. അതായത് ഒരു വലിയ വേവ് ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ A1 + A2 ആയിരിക്കും പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ്. നെഗറ്റീവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തിരിച്ച്, അതായത് ഇവിടുത്തെ സെയിം മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ താഴെ അത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ സം എന്ന് തന്നെ പറയണം കേട്ടോ, ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ, നമ്മൾ വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേവ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളൊക്കെ. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഒപ്റ്റിക്കൽ എഫക്ട്സ്. ഉണ്ട് ഒപ്റ്റിക്കൽ എഫക്ട്സ്, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഒപ്റ്റിക്കൽ എഫക്ട്സ് ഒക്കെ നമ്മൾ മെയിൻലി നമ്മൾ കെമിസ്ട്രിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓർഗാനിക് ഒക്കെ പഠിക്കുമ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒപ്റ്റിക്കൽ എഫക്ട്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഒപ്റ്റിക്കൽ എഫക്റ്റ് ഉണ്ടാവാൻ കാരണം ഏതാണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്. അതാണ് ഞാൻ ഈ ക്യാപ്പ് എന്ന് ഇട്ടേക്കുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് അവിടെ ഒപ്റ്റിക്കൽ എഫക്ട്സ് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം കൂടെ നമുക്കിവിടെ നമ്മൾ പറഞ്ഞായിരുന്നു, E×B അല്ലേ, വെക്ടർ E×B എന്ന് പറഞ്ഞാൽ C ആണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? ക്രോസ് പ്രൊഡക്റ്റ് ആയാലും എന്തുവാണെങ്കിലും അത് റേഷ്യോ E×B വെച്ചാൽ EB sin θ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാം, E/V = C എന്നൊരു റേഷ്യോ എഴുതാം കേട്ടോ. അതായത് റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് ആയിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ERMS ആയിരിക്കും കേട്ടോ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആയിരിക്കും തരുന്നത്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഒക്കെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC സപ്ലൈയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പം RMS വാല്യൂ ആയിരിക്കും ക്വസ്റ്റ്യന് തരുന്നത്. അപ്പം നമുക്കറിയാം ERMS എന്ന് പറയുന്നത് E0/√2 എന്നറിയാം. E0 എന്തായിരുന്നു? പീക്ക് വാല്യൂ ആണ്. ERMS എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, E0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി. ഇവിടെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ERMS E0/√2 നമുക്കറിയാം. അപ്പം അങ്ങനെ, അപ്പോൾ നമുക്ക് ഇവിടെ അപ്പം BRMS എന്തായിരിക്കും? B0/√2 ആയിരിക്കും. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, B0/√2 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ തന്നെ E0/B0 = C എന്നും കിട്ടും. അതായത് പീക്ക് വാല്യൂ ഓഫ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വലൻ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, EM വേവിൻ്റെ ഫ്രീ സ്പേസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ RMS തന്നിട്ടുണ്ട്. ഓക്കെ, RMS തന്നിട്ടുണ്ട്. പീക്ക് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമ്മുടെ അടുത്ത് RMS എത്രയാണ്? 6 V/m ആണ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് B0 ആണ് ചോദിക്കുന്നത്. ഓക്കെ, B0 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ERMS/BRMS എന്ന് പറയുന്നത് C ആണെന്നറിയാം അല്ലേ, വെലോസിറ്റി ഓഫ് ലൈറ്റ് അറിയാം. ഓക്കെ, അപ്പോൾ ERMS പറഞ്ഞാൽ E0/√2 ആണ്. അപ്പോൾ നമുക്ക് 6 തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ERMS 6 കൊടുക്കുക. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BRMS അല്ല, B0/√2 അല്ല, B0 കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, BRMS എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? B0 /√2 മേളിൽ പോകുമ്പോൾ *√2 ആവും, ഈക്വൽ ടു എന്താണ്? C, അഥവാ 3 × 10⁸ സ്പീഡ് ഓഫ് ലൈറ്റ്.
3 × 10⁻⁸. ഓക്കെ, അവിടെ നിന്ന് B0 കണ്ടുപിടിച്ചേ. B0 എന്ന് പറയുമ്പം 6/3 × 2 ആവും. അപ്പോൾ 2 × 10⁻⁸ √2. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ √2ൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് √2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എ ആയിട്ടുള്ള 2.83 × 10⁻⁸ ടെസ്ല എന്ന് കിട്ടും. ഓക്കെ, B0 അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ലയാണ്. അപ്പോൾ നമ്മൾ വേറെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാറുന്നത്. ഓക്കെ, പറയാത്തവർ നോക്കുക. B0 നമുക്ക് ടെസ്ലയാണ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ 2.83 × 10⁻⁸ എന്ന് ഓപ്ഷൻ എ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. ജസ്റ്റ് തിയറി ക്വസ്റ്റൻ ആണ്, എളുപ്പം നോക്കുക. ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ അല്ലേ, അതായത് ഉദ്ദേശിക്കുന്ന ഇവിടെ റേഷ്യോ ഓഫ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കുന്നത് B0 ടു ദ എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ E0. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പീക്ക് വാല്യൂ ആണ്. അപ്പോൾ B0/E0 വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം E0/B0 എന്ന് പറഞ്ഞാൽ C ആയിരുന്നു. തിരിച്ച് B0/E0 വന്നാൽ എന്തായിരിക്കും 1/C ആയിരിക്കും. ഓക്കെ, പെട്ടെന്ന് കയറി സ്പീഡ് ഓഫ് ലൈറ്റിന് ബാക്കും ഓപ്ഷൻ എ എഴുതി വെക്കല്. ഓക്കെ, അത് കാര്യം നമ്മൾ E0/B0 C എന്ന് പഠിച്ചുകൊണ്ട് പെട്ടെന്ന് റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കയറി ഓപ്ഷൻ എ മാർക്ക് ചെയ്യും. പക്ഷേ അല്ല, റെസിപ്രോക്കൽ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റിന് ബാക്കും ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സിമ്പിൾ തിയറി ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റനിലേക്ക് മൂവ് ചെയ്യാം. ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ മീഡിയം വിത്ത് എ വെലോസിറ്റി V = VI. ഓക്കെ, തന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് ഓക്സിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് E∠, അല്ലേ ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട് എങ്ങോട്ടാണ്, +y ആക്സിസ്. ഓക്കെ, പോസിറ്റീവ് y ആക്സിസിലായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു, നമ്മളിപ്പം ഇവിടെ ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്ക് പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതായത് C എന്ന് പറയുമ്പോൾ ഇവിടെ അത് V ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് I∠ ആണ്. അപ്പോൾ I∠ എന്ന് പറയുമ്പോൾ എന്താണ്, X ആക്സിസ് ആണ്. അതും +I∠ ആയതുകൊണ്ട് പോസിറ്റീവ് X ആക്സിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. V = VI എന്നല്ല തന്നേക്കുന്നത്. അപ്പോൾ അതെന്താണ് പോസിറ്റീവ് X ആക്സിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും, ഇത് Eയും ഇത് Bയും ആയിരുന്നെങ്കിൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ C ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് C എന്ന് പറയുന്നത് +X ആക്സ് ആണ്, E എന്ന് പറയുന്നത് Y ആക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ B എന്തായിരിക്കും, Z ആക്സ് ആയിരിക്കും. സൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ +Y +X ആയതുകൊണ്ട് ഇതെന്തായിരിക്കും +Z ആക്സ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ B ആണ് വരുന്നത്, +Z ആക്സിസ്. ഓക്കെ, നമ്മൾ K∠ ഒക്കെ കൊണ്ട് ഡിനോട്ട് ചെയ്യുമല്ലോ യൂണിറ്റ് വെക്ടർ. +Z ആക്സിസ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ വെച്ചുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ക്രാക്ക് ചെയ്താൽ തീരാവുന്നേ ഉള്ളൂ. അപ്പം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റ് വിത്ത് EM wave പ്രൊപ്പഗേറ്റിംഗ് അലോങ് X ആക്സിസ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ XL/Z. ഓക്കെ, അപ്പോൾ നമുക്ക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ അങ്ങോട്ടാണ്, Z ആക്സിസ് ആണ് എഴുതിയിട്ടുണ്ട്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Z ആക്സിലൂടെയാണ്. ഓക്കെ, Z ആക്സിസ് ആണ്, അതായത് K∠ വരുന്നതിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട്, Eയും Bയും ഉണ്ട് നമുക്കറിയാം. E ഉണ്ട് B ഉണ്ട് നമുക്കറിയാം. ഓക്കെ, നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കിവിടെ E = E0 I∠ എന്നൊക്കെ തന്നേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ടേംസിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ എന്താണ്, E = E0 I∠, B = B0 J∠. അപ്പോൾ ഇവിടെ നിന്ന് കൊടുത്തു. ഓക്കെ, ഈയുടെ സ്ഥാനത്ത് നമ്മുടെ ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി. I∠ ആണ്, അതായത് X ആക്സ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, J∠ ആണ്. അപ്പം Y ആക്സിസ് ആണ് പ്ലസ്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു E�× B ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി അഥവാ C എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് C ആണല്ലോ, നമ്മുടെ C ഇതാണ്, ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ E എന്ന് പറഞ്ഞാൽ I ആണ്, B എന്ന് പറഞ്ഞാൽ J ആണ്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, I�× J ആയിരിക്കും. I�× J എന്ന് പറഞ്ഞാൽ എന്താണ്, K ആണ്. I�× J എന്ന് പറഞ്ഞാൽ K ആണ്. അപ്പോൾ K വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ എ തന്നെ കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേറെ ഒന്ന് ഇട്ട് നോക്കാം. വേറെ ഇവിടെ K∠ ഉണ്ട്. അപ്പോൾ ഇവിടെ K∠ കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ K∠ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ I∠ കൊടുത്തു കഴിഞ്ഞാൽ, നമുക്കറിയാം K�× I എന്ന് പറയുന്നത് J∠ ആണ്. അപ്പോൾ ഇവിടെ J∠ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ J∠ അല്ലല്ലോ, ഇവിടെ K∠ അല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുമല്ല ഓപ്ഷൻ. അങ്ങനെ നിങ്ങൾ സിയും ഡിയും കൊടുത്താലും തിരിച്ച് C ഒന്ന് നോക്കിയേ. C ഓപ്ഷൻ പറയുമ്പം അവിടെ J∠, I∠, അതായത് ഇവിടെ J∠ഉം ഇവിടെ I∠. അപ്പം J�× I. അപ്പോൾ J�× I എന്ന് പറയുന്നത് I�× J എന്തായിരുന്നു, I�× J K ആയിരുന്നു. എന്നും പറഞ്ഞ് J�× I എന്താണ്, K ആണോ? അപ്പം വെറും K അല്ല, അത് -K ആണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ തെറ്റാണ്. അവിടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് വരുന്നത്.
ഒരിക്കലും ക്രോസ് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, വിത്ത് നെഗറ്റീവ് സൈനാണ്, ഡയറക്ഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പം തിരിച്ച് ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ വരുന്നത്. ഇങ്ങനെ ആണെങ്കിൽ പ്രൊപ്പഗേഷൻ താഴോട്ടായിരിക്കും വരേണ്ട, -k ആയിരുന്നെങ്കിൽ. പക്ഷെ ഇവിടെ എന്തായാലും +k തന്ന സ്ഥിതിക്ക് നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. i × j k ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ. ജസ്റ്റ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കത് ആൻസർ മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിയററ്റിക്കലി ആലോചിക്കുക, സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് EMIനെ കുറിച്ച് ഒരു ബേസിക് നോളജ് എല്ലാം ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്നത് മറ്റേ ആംബിയർ സർക്യൂട്ട് തിയറത്തിൻ്റെ മാക്സ്വെലിൻ്റെ ഒരു കറക്ഷൻ അല്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആംബിയർ മാക്സ്വെൽ തിയറം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ഫോമുലയുണ്ട്. അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ വരുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ഈ 2 പോർഷൻസാണ് EMIനുള്ളത്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ അസോസിയേറ്റ് ചെയ്തുള്ള ബേസിക് കാര്യങ്ങളും, രണ്ടാമത്തെ പാർട്ട് മാക്സ്വെലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നുള്ള ടോപ്പിക്കുണ്ട്, അതാണ് വരുന്നത്. ഓക്കെ, പിന്നെ സ്പെക്ട്രം ഉണ്ട്. അതായത് നമ്മൾ EM സ്പെക്ട്രം എന്ന് പറയും. EM സ്പെക്ട്രം മെമ്മറൈസ് ചെയ്യാനൊരു വഴിയുണ്ട്, പക്ഷേ അത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെന്ത് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. EM സ്പെക്ട്രം ഓരോ വേവ് ലെന്ത് ഉണ്ട്, ഓരോ വേവിനും ഓരോ വേവ് ലെന്ത് ഉണ്ട്, ഓരോ ഫ്രീക്വൻസി ഉണ്ട്. അത് മെമ്മറൈസ് ചെയ്യാനൊരു ട്രിക്കുണ്ട്. ജസ്റ്റ് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അങ്ങനെ അത്ര വരാൻ ചാൻസ് ഇല്ല, എന്നാലും നമുക്ക് വിട്ടുകളയാൻ പറ്റാത്തതാണ്. ജസ്റ്റ് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.